ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങ ഇല്ലാതെ ഒന്ന് തോരൻ വയ്ക്കാം. ഞാനിവിടെ കറി വെക്കാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പാവയ്ക്ക നമ്മൾ അരിഞ്ഞെടുത്ത് ഇതും കൂടി ഇടുവണം. ഇനി ഇത് ഉപ്പും ഇട്ട് അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിളക്കി ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്കായ്ക്ക് ഒട്ടും വേവില്ലല്ലോ, ആവി കയറുമ്പോൾ തന്നെ വേവുന്നതല്ലേ. വെള്ളം ഒന്നോടെ ഒരു സെക്കൻഡ് നമുക്ക് മൂടി വയ്ക്കാം. നമുക്കൊന്നോടെ ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കി ഉപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിച്ച് ഇളക്കാം. തീ ഒന്ന് ഓഫാക്കി. നല്ല ചൂടുള്ള ചട്ടിയാണ്, അതുകൊണ്ടാണ്. ഒരു മുട്ടയും കൂടെ, അതിനുള്ള ഇച്ചിരി വേണമായിരിക്കും. പാവയ്ക്കായിട്ട് നമുക്ക് മുട്ടയ്ക്കുള്ള ഒരല്പം ഉപ്പ് പൊടിയും കൂടെ തൂളി കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇനി അത് തുറന്നു വന്നോളും. തീ ഒന്നും കൂടെ ഓഫാക്കാം. ഉണ്ടോ? ഇങ്ങോട്ട് ഇടയിൽ ഒരു 2 മിനിറ്റും കൊണ്ട് നമ്മുടെ പാവയ്ക്കക്കറി റെഡിയായി. ഇതിനൊരു കയ്പ്പും ഇല്ല കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് മുട്ടയുടെ ഇതുമില്ല. വേണമെങ്കിൽ നമുക്ക് കുരുമുളകും കൂടെ ചേർക്കാം. ആ മുട്ടയ്ക്ക് ഉപ്പിട്ട കൂട്ടത്തിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിപ്പം അല്ലാത്ത കൊമ്പമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇഞ്ചി ഉണ്ടല്ലോ, അതുകൊണ്ട് ചേർത്തില്ല. കറിവേപ്പില വേണ്ടവർക്ക് അതും ചേർക്കാം. ഇനി മുട്ടയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കറിവേപ്പില, പെറുക്കി കളയണ ഭയങ്കര പാടാണ്. അതല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടണം. കറിവേപ്പില ഒരിക്കലും മുഴുവനെ നമ്മുടെ വയറ്റിൽ പോകാൻ ഇടയാകരുത്. കാരണം അത് നമ്മുടെ തൊണ്ണയിലോ കുടലയിലോ ഒക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ പെറുക്കി കളയണം, അതല്ലെങ്കിൽ അരിഞ്ഞിടണം, ചവച്ച് തിന്നാൻ പാകത്തിന് ചെറുതായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊരു കുഞ്ഞു പാവയ്ക്ക കിട്ടിയാലും ഉണ്ടാക്കി നോക്കുക. പിള്ളേരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇനി ഇതുപോലെ ഒരു
അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ബൈ.